ബാലേട്ടാ, ആ വരൂ. കോളേജിൽ കുഴപ്പമുണ്ടാക്കിയതിന് ശിവനെ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടില്ല. നാടകത്തിന് പോയതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ശിവനെ എനിക്കൊന്ന് കാണണം. എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു യഥാർത്ഥ വിപ്ലവകാരി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. വീട്, കുടുംബം, വിദ്യാഭ്യാസം തുടങ്ങി അവന്റെ ജീവൻ വരെ. ശിവൻ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ടൊന്ന് വരൂ. നേരത്തെ നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അനിയ, നിന്റെ ഈ പോക്ക് ശരിയല്ല. ഭരണകക്ഷിയുടെ അണിയിൽപ്പെട്ടവർക്ക് അങ്ങനെ തോന്നും. അധികാര മോഹമല്ലാതെ മറ്റു വല്ല ലക്ഷ്യമുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക്? ജനങ്ങളെ വഞ്ചിച്ച് ആവോളം ചൂഷണം ശിവൻ, പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിന്മുറക്കാരായ മൂത്ത് നിറച്ച ചില നേതാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്തോളൂ. ഞങ്ങൾ അതിന് കിട്ടില്ല. തറവാട്ടിലേക്കുള്ള പാട്ടവും വാരവും നിലച്ചപ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞ് പാവങ്ങളെ വീണ്ടും അടിമകളാക്കാൻ വന്ന പെറ്റി ബൂർഷുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ആ കടൽ കിഴവന്മാരുടെ മരവിച്ച ബുദ്ധി കടമെടുത്ത് ഞങ്ങളെ ഉപദേശിക്കാൻ വരരുത് പ്ലീസ്. നേതാക്കന്മാരെ ഒന്നും പറയണ്ട. ചുവന്ന പ്രഭാതം രചിച്ച നാടകൃത്തല്ലേ സഖാവെ നിങ്ങൾ? ആ പ്രഭാതം കാണാൻ ഇരുട്ടിനോട് പൊരുതി വരുന്ന യുവാക്കളുടെ വഴി മുടക്കരുത്. ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ തീ അണയ്ക്കാൻ ശ്രമിക്കരുത്. വെറുതെ തീയിലേക്ക് ആടി സ്വയം നശിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന തത്വം ഒന്ന് തന്നെയാണ്. ലക്ഷ്യവും മാർഗത്തിനേ ഉള്ളൂ വ്യത്യാസം. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ല. നേരെ വരാൻ വാതിൽ തുറന്നിരിക്കുമ്പോ ഓടിളക്കി അകത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണ് സഖാവെ മുരട്ട് തത്വവാദം എന്ന് പറയുന്നത്. ശിവൻ വരൂ. ശിവൻ, എടാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ കണ്ണീരും വേദനയും കണ്ടാ ഞാനിങ്ങോട്ട് വന്നത്. വല്ലപ്പോഴും ആ ചേച്ചി ഒന്ന് ഓർക്കണം. ഗുഡ്സ്. അഗസ്റ്റിൻ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുത്ത സോങ് എപ്പോ തരും? അത് മറ്റേ തരാം. പിന്നെ ഇത് കുറച്ചുകൂടെ പാത്തോസ് ആയ നന്നായിരിക്കും. ശരി, നോക്കാം. സുശീലയ്ക്ക് എന്റെ വരികൾ ഇഷ്ടമായോ? വളരെ ഇഷ്ടായി. ആ കഥാപാത്രത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അവൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ബാലേട്ടൻ എന്നെ കണ്ടിട്ട് എഴുതിയതുപോലെ. വളരെ നന്നായിരുന്നു. നിങ്ങളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എവിടെയാണ് ശിവൻ? എനിക്കറിയില്ല. സത്യം പറഞ്ഞ കൊന്നോളാണ് ഞാൻ. എനിക്കറിയില്ല. പോലീസിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. മുമ്പ് പുന്നപ്പറയിലും വയലാറിലും വടക്കേ മലബാറിലും നടന്ന വെടിവയ്പും പോലീസ് മർദ്ദനവും പൊക്കിക്കാണിച്ച് കണ്ണീരൊഴിക്കാൻ ഇവിടെ പലരും ജനനേതാക്കളായത്.
അന്ന് മരിച്ചു വീണവരുടെ ശവക്കല്ലറകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അധികാരത്തിൽ വന്നത്. ഇന്ന് അതിലും പൈശാചികമായ ക്രൂരത നടക്കുമ്പോ നോക്കി നിൽക്കുന്നത് ശരിയല്ല. പോലീസുകാരെ വെട്ടിക്കൊല്ലുന്നവർക്ക് കൂട്ടുനിൽക്കണമെന്നാണോ താനീ പറയുന്നത്? വഴിപിഴച്ച ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ആരും വാദിക്കണ്ട. പിഴച്ചത് ആർക്കാണ് സഖാവേ? ഭരണം കൈയിൽ കിട്ടിയപ്പോ ആ സുഖത്തിൽ ലയിച്ച് പഴയ വിപ്ലവവീര്യം നശിച്ച് തണുത്തു മരവിച്ചവർക്കല്ലേ. അത് കണ്ട് നിരാശപ്പെട്ട ചിലർ തീവ്രവാദത്തിലേക്ക് എടുത്തു ചാടിയെങ്കിൽ എനിക്കവരെ കുറ്റപ്പെടുത്താനാവില്ല. പറഞ്ഞു സഖാവൻ തീവ്രവാദിയായോ? മാർക്സിസ്റ്റ് തത്വസംഹിതയിൽ കവിഞ്ഞ തീവ്രത ലോകത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനുമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിയുന്നതിനോടും നിരപരാധികളായ പാവങ്ങളെ കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ശിവനെ കിട്ടാഞ്ഞിട്ട് അവന്റെ പെങ്ങളെ പിടിച്ചോണ്ടുപോയി നെറികെട്ട പോലീസ് രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. അത് മനസ്സിലായി. സുശീലയോട് തനിക്കുള്ള അടുപ്പത്തിന് പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം ഒന്നും വേണ്ട. സഖാവ് അനാവശ്യം പറയരുത്. ഹലോ, ആരെ? ശിവൻകുട്ടിയോ? എവിടെ ഉണ്ട്? നമ്മുടെ ആൾക്കാരില്ലേ എവിടെ? പിടിച്ച് പോലീസിലേപ്പിക്കേ. സഖാവേ, നമ്മളത് ചെയ്യരുത്. നീ വലിയ നക്സലൈറ്റ് ആണല്ലോടാ. പോലീസ് എന്നെ പിടിച്ചോട്ടെ, എനിക്ക് വിഷമമില്ല. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു പോകും? അതേ വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുള്ളൂ. നിങ്ങൾ ഈ ചെയ്യുന്നു. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 173 മണ്ഡലങ്ങളിൽ നാളെ ശിവൻ, നിക്ക്. എനിക്ക് പറയാനുള്ള നീ കേക്ക്. വേണ്ട, എല്ലാം അറിഞ്ഞു. നീ വക്കീലാണ്, സായി ഭക്തനാണ്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജിലെ തീവ്രവാദിയും വിപ്ലവാചാര്യനുമായിരുന്ന നീ കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നാം കാണിച്ച ഒരു പോക്കരുത്തരം കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കണമല്ലേ? ലോക്കപ്പിലും ജയിലിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ നിനക്കറിയോ? അടിച്ചു തൊഴിച്ചു അവരെന്നെ രക്തം ഛർദിപ്പിച്ചു. നിലത്ത് തളം കെട്ടിക്കിടന്ന് ചോര നക്കി കുടിപ്പിച്ചു. ഐസ് കെട്ടെ കിടത്തി ശരീരം മരവിപ്പിച്ചു. എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ കൂടെ നിന്നവരെ വഞ്ചിച്ച പട്ടി. നിർത്ത്. ഞാൻ മാറിയതിനാണ് നീ എന്നെ ശിക്ഷിക്കുന്നതെങ്കിൽ അതുപോലെ വേറെ പലരും ഉണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. ഏതാണ് തെറ്റ്? അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി? ചാരു മജുംദാറോ, പീപ്പിൾസ് വാർ ഗ്രൂപ്പോ, MLO? ഏത് ദളത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നീ പറ. ഹരി, പഴയ വാഗ്ദത്ത ഭൂമിയായ റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ചേർന്ന് ലെനിന്റെ ശവം പോലും മാറ്റുന്നു. ടിയനൻമെൻ സ്ക്വയറിൽ മാവോയുടെ ചിത്രം പിച്ചി ചീന്തുന്നു. തകർന്ന ബെർലിൻ മതിലിന്റെ വിടവിലൂടെ കിഴക്കൻ യൂറോപ്പിലേക്ക് ക്യാപിറ്റലിസം ഒഴുകുന്നു. 100 പൂക്കൾ വിരിയിക്കാൻ മനുഷ്യക്കുരുതി കൊടുത്ത് സാംസ്കാരിക വിപ്ലവം നയിച്ച ചെയർമാൻ മാവോയുടെ... നിർത്തടാ. ഇനി സംസാരിച്ച നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. നീ സത്യം അറിയണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വിശ്വാസം തകർന്നപ്പോ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി. കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ, തലയേറ്റ ഉടൽ, ചോര വാർന്ന് പിടയുന്ന പാവം പോലീസുകാരൻ. മനസമാധാനത്തിന് വേണ്ടി ഞാൻ സായി ഭക്തനായി, ഗാന്ധിയനായി, പിന്നെ ജീവിക്കാൻ വേണ്ടി ഒരു വക്കീലായി, മറ്റു പലതുമായി. അതൊക്കെ തെറ്റാണെങ്കിൽ നിനക്കെന്നെ ശിക്ഷിക്കാം. അമ്മ കരയരുത്. ഇവിടെ എന്നെ സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട അമ്മ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ. നിന്റെ അച്ഛനെ കാണാൻ പലതവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ കരഞ്ഞില്ല.
നാടിനു വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്നപ്പോ അഭിമാനമായിരുന്നു. പക്ഷെ നീ കള്ളക്കടത്തിനും കൊലപാതകത്തിനും വേണ്ടി. അമ്മേ, ഞാനത് ചെയ്യുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ജനങ്ങൾ, പാർട്ടിയിലെ യൂണിയനിലും പെട്ട സഖാക്കൾ, അവരുടെയൊക്കെ മുമ്പിൽ ഇനി നീ. അമ്മയുടെ ദുഃഖവും കണ്ണീരും കാണുമ്പോൾ എന്റെ വിഷമം കൂടുകയുള്ളൂ. അമ്മ ഇനി ഇങ്ങോട്ട് വരരുത്. കുറ്റവാളിയല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും. ബാല, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ബാബയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും. ആ, എന്താ ഫിറോസ്? വക്കീൽ ഒന്ന് വരണം. എനിക്കൊരു അർജന്റ് കേസ്. മുതലാളി വന്നിട്ടുണ്ട്. എവിടെ? എടോ വക്കീലേ, തന്നെ ഈടായിട്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല കേട്ടാ. അല്പോ ബിസി ആയിരുന്നു മുതലാളി. ലിക്കർ മാഫിയ തലവൻ, ലിക്കർ മാഫിയ തലവൻ, ലിക്കർ മാഫിയ തലവൻ. പൂട്ടിക്കും പൂട്ടിക്കും പൊട്ടിക്കും പൊട്ടിക്കും. വക്കീലേ, ഇവന്മാരുടെ നേതാവിനെ തനിക്ക് അറിയായ? അറിയാം, വഴിത്തല ശശി MLA. വണ്ടി വിടറാ. ഇങ്ങോട്ട് വാടും. ആ ദാനം കാട്ടിരിക്കും. കാശുള്ളതിന്റെ അഹങ്കാരമാണോ അതോ ശരിക്കും എന്നോടുള്ള താല്പര്യമാണോ? കൃഷ്ണ, ഈ ഹരികൃഷ്ണ വലയ്ക്കല്ലേ. എന്നാടോ ആ മദ്യവർജനക്കാരുണ്ടല്ല, വഴുത്തലയും പിള്ളാരും, ഇത് അവന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞങ്ങാട്ട് വിട്ടേര്. സാർ, അതിപ്പോ എടോ, ഈ കളി ഞാനും കുറെ കണ്ടതാണ്. ആ റേഞ്ച് പിടിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എനിക്കെതിരെ പാരകൾ വരുമെന്ന്. ഇതിന്റെ പിന്നെ കളിച്ചാരാണെന്ന് എനിക്കറിയാം. ഹാ, താനതാണ് ആലോചിക്കണത്. സാറിനെ വഞ്ചിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. തന്റെ കാര്യമല്ലടോ, ആ പരമനാറി വാപ്പച്ചൻ കഴിഞ്ഞ ലേലത്തിൽ അവൻ തോറ്റത് കൊണ്ട് ഇവറ്റകളെയും കുട്ടി എനിക്കിട്ട് പാര വെക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. അവരൊരു ആദർശത്തിന്റെ പേരിൽ. ആ, അവന്റെ അമ്മക്ക് ആദർശം. എടോ, ആദർശത്തിന്റെ പേരിൽ വേറൊരുത്തം നടപ്പുണ്ടല്ല, നമ്മുടെ ആ പ്രൊഫസറെ. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ ഇവന്മാരുടെ ആദർശമേ ദേ ഇതാ. ആർക്ക് കഴിയോടെ ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ? സർക്കാർ രണ്ടുകാലം നിൽക്കണത് തന്നെ ഈ കള്ള് കച്ചവടം കൊണ്ടാ. പിന്നെ ആവശ്യമാണെങ്കിൽ പാപ്പന ഷാപ്പ് അപ്പുറത്ത് ഇപ്പുണ്ടല്ല, അവിടെ പോയിരിക്കാൻ പറ. എടോ, പാപ്പ കൊടുക്കണേണ്ട ഇരട്ടി ഞാൻ കൊടുക്കാം. അല്ലാതെ എനിക്കിട്ട് പൊളക്കാൻ വന്നാലേ വരുന്നവന്റെ കയ്യും കാര്യം ഞാൻ വെട്ടിയെടുക്കും. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എടോ, താനത് അവന്മാർക്ക് കൊണ്ടുപോയി കൊടു. എന്നിട്ട് എനിക്കിട്ട് പണിയാതെ പിരിഞ്ഞു പോകാൻ പറ. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ചെല്ലു. അച്ഛൻ എന്തിനാ ഈ അലവലാതിയെ കൂട്ടുപിടിക്കുന്നേ? എടാ, അവന്റെ പഴംപുരാണം ഒന്നും നമ്മക്കറിയേണ്ട കാര്യമില്ല. അവനിപ്പോ ആരാണ്? പ്രതിപക്ഷ നേതാവിന്റെ ശിങ്കിടിയാണ്, വലിയ പുള്ളി. എടാ, കാര്യം കാണാൻ അവനെ നമ്മക്ക് വേണം. ചേട്ടന് അയാളോട് എന്തോ വിരോധം ഉള്ളത് പോലെയാ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വന്നാ കാപ്പി പോലും കൊടുക്കാൻ സമ്മതിക്കില്ല. കോളേജിൽ വെച്ച് എനിക്ക് അറിയാടി അവനെ. തനി തല്ലിപ്പൊളിയാ. എന്നിട്ട് എങ്ങനെ അയാൾ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയത്? ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗം. ഫാന്റാസ്റ്റിക്. ഓ പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പിള്ളാരെ.
അവൻ എന്നാ ചെയ്യുമെന്ന് നമുക്ക് കാണാമല്ല. അപ്പൊ ഹരീഷിനോടൊരു ചോദ്യം. നാളെ താൻ പറഞ്ഞ പോലെ പാപ്പച്ചന്റെ ഷാപ്പ് പിക്കറ്റ് ചെയ്താൽ ഇതിലിരട്ടി വാങ്ങിച്ചു തരുമോ? അത്യാഗ്രഹമാക്കരുത്. അത്യാഗ്രഹം അല്ലടോ, അത്യാവശ്യമാണ്. എലക്ഷൻ ആണ് വരുന്നത്. ഞാനൊരു കാൻഡിഡേറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമല്ലോ. ചെലവിന് പണം വേണ്ടേ? ഭരണം കയ്യിലില്ലാത്ത ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പിരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്രാവശ്യം 2 MLA ഉള്ളത്. അതിനുള്ള പണം നമുക്ക് ഇപ്പോഴേ പിരിച്ചുണ്ടാക്കണം. ആരാടോ 2 MLA? ഒന്ന് അണ്ണൻ തന്നെ, വഴുത്തല ശശി സിറ്റിംഗ് MLA, 2 അഡ്വക്കേറ്റ് ഹരികൃഷ്ണ MA LLB. അതെ, എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല. മോഹൻ ഞങ്ങൾക്കാണ്. MLA മാത്രമല്ല മന്ത്രിയാകും. ഏത് വകുപ്പാണ്? വനം, മരാമത്ത്, എക്സൈസ്. ഇതിലൊക്കെ നമുക്ക് 4 കാശുണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് എക്സസൈസ് ആക്കാം. എക്സസൈസ് അല്ലടോ, എക്സൈസ്. എന്താ എല്ലാവർക്കും സമ്മതമല്ലേ? എക്സൈസ് മന്ത്രി ഹരികൃഷ്ണൻ, എക്സൈസ് മന്ത്രി ഹരികൃഷ്ണൻ. ഞാനൊരു എംബോക്ക് ഈ കട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടില്ലേ? മദ്യവർജനത്തിന് വേണ്ടി എരിപൊരി വെയിലത്ത് കാലം നീട്ടി കുത്തിയിരുന്ന് യാതന സഹിച്ച് എനിക്ക് എക്സൈസ് വകുപ്പ് തരാതെ അയ്യോ, അങ്ങനെ ഞങ്ങൾ വേറെ വകുപ്പ് തരാന്നേ. അണ്ണന്റെ എനിക്കൊരുത്തന്റെ സൗജന്യം വേണ്ട. എല്ലാം നിശ്ചയിക്കുന്ന ഒരാൾ മേലെ ഉണ്ടല്ലോ, അദ്ദേഹം കനിയണം. ശരിയാ, എല്ലാത്തിനും ദൈവാനുഗ്രഹം വേണമല്ലോ. ദൈവം അല്ലടോ, പാർട്ടി ബോസ്. അങ്ങേര് നിശ്ചയിക്കട്ടെ. ജേഴ്സി, നിന്റെ സ്വപ്നം സഫലമായ ജേഴ്സിയോ? എന്റെ ഭാര്യ. ഞാൻ വിചാരിച്ചു പശുവായിരിക്കുമെന്ന്.